ഇങ്ങനെ സ്തുതികൾ 4 വിധമുണ്ട്. ഇത് 4ഉം ഉൾപ്പെട്ടതാണ് അൽഹംദു. എല്ലാ സ്തുതിയും ഒന്നൊഴിയാതെ ലില്ലാഹി, അള്ളാഹുവിനാകുന്നു. അള്ളാഹുവിന് മാത്രമാകുന്നു, അള്ളാഹു അല്ലാത്തവർക്കില്ല. എല്ലാ സ്തുതിയും അള്ളാഹുവിന് മാത്രമാകുന്നു. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ആ പറഞ്ഞതിന്റെ അർത്ഥം, ഒരു പടപ്പ് മറ്റൊരു പടപ്പിനെ സ്തുതിക്കുന്നുവെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അവൻ ഇവനൊരു ഉപകാരം ചെയ്തു, അത് കാരണത്താലാണ് ഇവൻ അവനെ സ്തുതിച്ചത്. ആ ഉപകാരം ചെയ്യാനുള്ള മനസ്സ് അവന് നൽകിയത് അള്ളാഹു ആകുന്നു. അങ്ങനെ ഒരു മനസ്സുണ്ടായപ്പോൾ അവന് ആ ഉദ്ദേശിച്ച വസ്തു എടുത്ത് ഇവന് കൊടുക്കാനുള്ള കഴിവ് നൽകിയത് അള്ളാഹു ആകുന്നു. അങ്ങനെ ഉദ്ദേശിച്ചപ്പോൾ അതിന് തടസ്സമൊന്നുമില്ലാത്ത രൂപത്തിലാക്കി കൊടുത്തത് അള്ളാഹു ആകുന്നു. ഇവന്റെ കയ്യിലേക്ക് എത്തിച്ചു തന്നത് അള്ളാഹു ആകുന്നു. ചുരുക്കത്തിൽ 2 ആളുകൾ ഇവിടെ ഉണ്ട് എന്നല്ലാതെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചത് അള്ളാഹു ആയതുകൊണ്ട് പടപ്പിനെ സ്തുതിച്ചാലും ആ സ്തുതി അടക്കം അതൊക്കെ അള്ളാഹുവിന് തന്നെയുള്ളതാകുന്നു. അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും അള്ളാഹുവിനാകുന്നു, മറ്റാർക്കും അർഹതപ്പെട്ടതല്ല. യഥാർത്ഥം പറഞ്ഞാൽ അങ്ങനെയാണ്. എല്ലാം അള്ളാഹുവിനുള്ളതാകുന്നു. എന്താണ് അള്ളാഹുവിനെ അങ്ങനെ സ്തുതിക്കാൻ കാരണം? അത് അള്ളാഹു എല്ലാവിധ സ്തുതിയുടെയും അർഹനാണ്. അവനെപ്പോലെ അർഹതയുള്ള ഒരൊറ്റ ഒരുത്തനുമില്ല. അവൻ സ്തുതിക്കപ്പെടാൻ അർഹനാണ്. ഇബാദത്ത് ചെയ്യപ്പെടാൻ അവനല്ലാതെ മറ്റാരുമില്ല. ഇക്കാരണങ്ങളാൽ അള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഉണ്ടാകൽ നിർബന്ധമായവനും എല്ലാവിധ പരിപൂർണതയും ഒരുമിച്ച് കൂട്ടിയവനും ഇബാദത്തിന് അർഹനുമായവൻ എന്നാണല്ലോ അള്ളാഹ് എന്നതിന്റെ അർത്ഥം നാം മനസ്സിലാക്കിയത്. അപ്പൊ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും. അവൻ അള്ളാഹു ആയതുകൊണ്ട്, അള്ളാഹു എന്ന് പറഞ്ഞാൽ അവൻ എല്ലാ പരിപൂർണതയുടെയും വിശേഷണങ്ങളെ, ഗുണവിശേഷണങ്ങളെ ഒരുമിച്ച് കൂട്ടിയവനും എല്ലാവരിൽ നിന്നുമുള്ള ആരാധനക്ക് അർഹനായതുകൊണ്ടും ഒരുവിധ കുറവുകളും അവൻ ഇല്ലാത്തത് കൊണ്ടും ഇങ്ങനെയുള്ള കാരണങ്ങളാൽ അവൻ അള്ളാഹുവായി തീർന്നു. ആ അള്ളാഹു ആയതുകൊണ്ട് എല്ലാവിധ സ്തുതിയും അവനാകുന്നു. ഇതൊക്കെ അൽഹംദുലില്ലാ എന്നതിന്റെ പരിധിയിൽ പെടുന്ന അർത്ഥങ്ങളാണ്. ആ അള്ളാഹുവിന്റെ ഒരു ഗുണവിശേഷണം പറയാം, ഒരുപാട് പറയാനുണ്ട്. റബ്ബിൽ ആലമീൻ, അവൻ ആലമുകളുടെ റബ്ബാകുന്നു. ആലമ് എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ്. അപ്പൊ ആലമീൻ എന്ന് പറഞ്ഞാല് ലോകങ്ങൾ, ബഹുലോകങ്ങൾ. ലോകങ്ങൾ ഇവിടെ പലതുണ്ട്. ഇവിടെ മനുഷ്യലോകമുണ്ട്, ജന്തുലോകമുണ്ട്, സസ്യലോകമുണ്ട്, അങ്ങനെ നക്ഷത്ര ലോകമുണ്ട്. ലോകങ്ങൾ പലതുമുണ്ട്. ആ ലോകങ്ങളെ മുഴുവൻ പടച്ചതും പരിപാലിക്കുന്നതും അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതും അവനാകുന്നു, റബ്ബുൽ ആലമീനാകുന്നു. ഏതെല്ലാം കാര്യങ്ങൾ മാലിന്യങ്ങൾ ഇങ്ങനെ കൊത്തി 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 തിന്നുന്നു. എത്രമാത്രം എന്ന് ചോദിച്ചാൽ അതിന്റെ അണപ്പല്ലിന്റെ ഉള്ളിൽ തടഞ്ഞിരിക്കുന്ന ചെറിയ മാംസപ്പഴുതുകൾ, മാംസത്തിന്റെ ചെറിയ ചീളുകൾ, അതടക്കമൊക്കെ ഇങ്ങനെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ വൃത്തിയായിട്ട് അത് നിർവഹിക്കുന്നു. ഈ ജീവിയും ഈ കുളക്കോഴിയും തമ്മിൽ വളരെ അടുപ്പമാണ്. ഇതിന് ആവശ്യമായത് അതിൽ നിന്ന് ലഭിക്കുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇതിനാൽ തീരുന്നു. എന്നാൽ ഈ ചെറിയ പറവ ആ മുതലയുടെ വായിലേക്ക് കടന്നിരുന്നാൽ 2 ഭാഗം കൊണ്ടാണ് അമർത്തിയാൽ ഓരോ ദിവസത്തിനും ഓരോ പറവയുടെ ആവശ്യം വരും. എന്നാൽ അള്ളാഹു ആ പറവയുടെ തലയുടെ ഭാഗത്ത് ഒരു സൂചി നൽകിയിരിക്കുന്നു, അതിന്റെ താടിയെല്ലിന്റെ ഭാഗത്ത് മറ്റൊരു സൂചി നൽകിയിരിക്കുന്നു. ഈ പറവ അതിന്റെ ഉള്ളിലേക്ക് കടന്നിരുന്നാൽ ആ സൂചി മേൽഭാഗത്തും വെക്കുന്നു, ഈ സൂചി താഴ്ഭാഗത്തും വെക്കുന്നു. അങ്ങനെ ഇരുന്നു കൊണ്ട് അതിങ്ങനെ കൊത്തുമ്പോൾ മേലെയുള്ള സൂചിക്ക് യാതൊരു അനക്കമില്ല, താഴെയുള്ള സൂചിക്കും യാതൊരു അനക്കവുമില്ല. ഇങ്ങനെ ഈ മുതലക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രൂപത്തിൽ ഈ കുളക്കോഴിക്ക് അതിന്റെ വയറ് നിറച്ച് റിസ്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഇവിടെ എത്ര കാര്യം സൂക്ഷിച്ചിട്ടുണ്ട്. ആ കടൽ ജീവിയുടെ കാര്യം അള്ളാഹു പരിഗണിച്ചു. ഈ കുളക്കോഴിയുടെ റിസ്കിന്റെ കാര്യം അള്ളാഹു വളരെ ശ്രദ്ധിച്ചു. ആ കുളക്കോഴി ഇതിന്റെ വായിൽ കടന്നിരുന്നാലുണ്ടാവുന്ന അനർത്ഥത്തെക്കുറിച്ച് അള്ളാഹു പരിഹാരമുണ്ടാക്കി. ആ സൂചി അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും തറക്കാതിരിക്കാനുള്ള സംവിധാനം അള്ളാഹു ഏർപ്പെടുത്തി. ഇങ്ങനെ തുടങ്ങിയിട്ട് റബ്ബുൽ ആലമീനായ അള്ളാഹു ആകുന്നു എല്ലാ സൃഷ്ടികളെയും പരിപാലിച്ച് പോരുന്നവനാകുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്.
അങ്ങനെയുള്ള റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും, സ്തുതി അഖിലവും അവനാകുന്നു. ആ ഭാഗം സംസാരിച്ചാൽ തീരില്ല, അതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് ഞാൻ തൽക്കാലം ഒഴിവാകുകയാണ്. അർ റഹ്മാനി, അവൻ റഹ്മാനാകുന്നു. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എല്ലാത്തിനും എല്ലാവർക്കും ഗുണം ചെയ്യുന്നവനാകുന്നു. ഇത് നേരത്തെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നതിൽ പറഞ്ഞതാണ്. എന്നാൽ ആ വാക്ക്, ആ റഹ്മാൻ റഹീം എന്ന വാക്ക് ഇവിടെ ആവർത്തിച്ചു. അതെന്തിനാ ആവർത്തിച്ചത്? അത് ആവർത്തിച്ചത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന മനുഷ്യന് കൂടുതൽ ആവേശമുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു വളരെ കാരുണ്യമുള്ളവനാകുന്നു. ആരും അകന്നു പോകേണ്ടതില്ല. അടുത്തു വരാൻ പറ്റുന്ന പ്രത്യേകമായ കാരുണ്യം അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കും. അത് ഈ ലോകത്ത് കണക്കല്ലാതെ നൽകിക്കൊണ്ടിരിക്കും എന്ന അറിയിപ്പാണ് ഈ അർ റഹ്മാൻ എന്നതിനെയും അർ റഹീം എന്നതിൻ്റെയും ആവർത്തനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചത്. അള്ളാഹു നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊന്ന് നോക്കൂ. എല്ലാ ജീവജാലങ്ങളുടെയും കാര്യങ്ങൾ അള്ളാഹു നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ആകാശലോകത്ത് മലക്കുകളുണ്ട്, ആകാശലോകത്ത് നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളെ അത് താഴേക്ക് വീഴാതെ ഇങ്ങനെ കാത്തുകൊള്ളണം. അള്ളാഹു അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ നക്ഷത്രത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വെളിച്ചം കിട്ടേണ്ടതുണ്ട്, അതിൻ്റെ പ്രത്യേകമായ ഗുണഫലം ലഭിക്കേണ്ടതുണ്ട്. അതൊക്കെ അള്ളാഹു നിമിഷങ്ങളിൽ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പറവകൾ, അതിനെക്കുറിച്ച് അതിന് യാതൊരു വീഴ്ചയുമില്ലാത്ത രൂപത്തിൽ റബ്ബുൽ ആലമീനായ അള്ളാഹു അതിനെ കാക്കുകയും അതിനെ സംരക്ഷിക്കുകയും അതിന് തീറ്റ നൽകുകയും അന്തരീക്ഷത്തിലൂടെ അത് പറക്കുന്ന സമയത്ത് അത് താഴെ വീഴാതെ അതിനെ കാക്കുകയും ചെയ്യുന്നു. അപ്പൊ പക്ഷി ലോകത്തേക്ക് നോക്കിയാലും അവൻ റബ്ബുൽ ആലമീനാകുന്നു. കടലിന്റെ അടിയിൽ എത്രയെത്രയോ ജീവജാലങ്ങളുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത, കണ്ടാൽ തീരാത്ത ജീവജാലങ്ങളുണ്ട്. ഇവകളെ മുഴുവൻ വളർത്തുകയും അവകളെ മുഴുവൻ സംരക്ഷിക്കുകയും ഓരോ സമയത്തും അതാതിന് ആവശ്യമായ കാര്യങ്ങളെയൊക്കെ, അതിന് ശ്വസിക്കാൻ വായു നൽകണം, അതിന് ഭക്ഷിക്കാൻ ഭക്ഷണം നൽകണം, അതിൻ്റെ ശത്രുവിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്തണം, അതിന് ബാക്കി സൗകര്യങ്ങൾ വേണം. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ മത്സ്യലോകത്തെ അള്ളാഹു സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈജിപ്തിൽ ഒരു ഉച്ച സമയത്ത് കടലിലെ ഒരു ജീവി അതിൻ്റെ വായ പിളർത്തിക്കൊണ്ട് നൈൽ നദിയുടെ തീരത്തേക്ക് തല നീട്ടിക്കൊണ്ട് ഇങ്ങനെ കിടക്കുന്നു. ആ തല നീട്ടിക്കൊണ്ട് കിടക്കുന്നത് അതിൻ്റെ വായിലുള്ള മാലിന്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ജീവിയുടെ വായും അതിൻ്റെ വിസർജന ഭാഗവും ഒന്നാണ്, വവ്വാലിനെ പോലെയാണ്. ഈ ചീങ്കണ്ണി വർഗത്തിൽപ്പെട്ട, ഈ മുതല വർഗത്തിൽപ്പെട്ട ആ ജീവി അതിൻ്റെ വായങ്ങനെ പിളർത്തിക്കിടക്കുന്ന സമയത്ത് ഈ കരയിൽ നിന്ന് കുളക്കോഴി വർഗത്തിൽപ്പെട്ട ഒരു പറവ ചെന്ന് ആ ജീവിയുടെ വായിൽ കയറിയിരിക്കുന്നു. കയറിയിരുന്നതിന് ശേഷം ആ ജീവിയുടെ വായിലുള്ള, അതിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ, അങ്ങനെ ഈ ലോകത്ത് അള്ളാഹു റഹ്മാനാകുന്നു. എണ്ണിയാൽ ഒടുങ്ങാത്ത റഹ്മത്ത് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു നൽകുന്ന റഹ്മത്തിന്റെ ഭാഗം നോക്കിയാൽ ഒരറ്റമല്ല. മഹാനായ ഹാറൂൺ റഷീദ് ചക്രവർത്തി, ആ ചക്രവർത്തിയുടെ സന്നിധാനത്തിൽ ധാരാളം ആളുകൾ സംഘടിക്കാറുണ്ട്. ഒരു ദിവസം എല്ലാവരും ഇങ്ങനെ കൂടിയ സമയത്ത് അവിടെ ഒരു സൂഫി പ്രഭാഷണം നടക്കുന്നു. മനസ്സിനെ തട്ടുന്ന ഉപദേശവും നിർദ്ദേശവുമാണ് അവിടെ നടക്കുന്നത്. ആ സമയത്ത് ആ സൂഫി പണ്ഡിതൻ രാജാവിനോടായിട്ട് പറഞ്ഞു, ഓ മഹാരാജാവേ, നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്യണം, നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്യണം. ഈ ചെയ്യുന്നതൊന്നും അവന്റെ
അനുഗ്രഹത്തിനനുസരിച്ചുള്ള നന്ദിയാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നന്ദി ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഹാറൂൺ റഷീദ് ചക്രവർത്തിയാണെങ്കിലോ എല്ലാ സമയത്തും പ്രജകളുടെ കാര്യം വളരെയേറെ ശ്രദ്ധിക്കുന്ന ആളാണ്. രാവും പകലും പകലും രാവും എല്ലാ സമയത്തും പ്രജകളുടെ ക്ഷേമം ഐശ്വര്യങ്ങൾ അന്വേഷിക്കുകയും പരിഹാരങ്ങളൊക്കെ നടപ്പാക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കുറെ പറഞ്ഞപ്പോൾ, ഞാൻ എല്ലാ സമയത്തും അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നുണ്ടല്ലോ, ഇനി എന്നെ അതൊന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ തെറ്റില്ലായിരുന്നു. അപ്പോ ഈ സൂഫി പണ്ഡിതൻ ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഒരു അനുഗ്രഹം, ആ അനുഗ്രഹത്തിന് പകരത്തിൽ നിങ്ങൾ എന്ത് നൽകാൻ തയ്യാറുണ്ട്? അള്ളാഹു നിങ്ങൾക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്, ആ അനുഗ്രഹത്തിന് പകരത്തിൽ നിങ്ങൾ എന്ത് പ്രതിഫലം നൽകാൻ തയ്യാറുണ്ട്? രാജാവ് പറഞ്ഞു, എനിക്ക് ചോദിച്ച ചോദ്യം വ്യക്തമായിട്ടില്ല. സൂഫി പണ്ഡിതൻ പറഞ്ഞു, നിങ്ങൾക്ക് അതിശക്തമായ ദാഹം അനുഭവപ്പെട്ടു, കഠിനമായ ദാഹം. ആ ദാഹം അനുഭവപ്പെട്ട സമയത്ത് ഇപ്പോൾ ഒരല്പം വെള്ളം കിട്ടിയില്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ജീവനും വേർപിരിയുന്ന അവസ്ഥയാണ്. ആ സന്ദർഭത്തിൽ ഒരു കപ്പ് വെള്ളം നിങ്ങൾക്ക് ഒരാൾ കൊടുന്നു തന്നു. ആ കൊടുന്നു തന്ന ആൾക്ക് നിങ്ങൾ ആ കപ്പ് വെള്ളത്തിന് പ്രതിഫലമായിട്ട് എന്ത് നൽകും? ഇത് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, അതിന് അദ്ദേഹം എന്ത് വിലയാണോ നിശ്ചയിക്കുന്നത് അത് നൽകും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് എൻ്റെ ജീവനാകുന്നു. അതുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുന്ന ആ വെള്ളത്തിന് അയാൾ നിശ്ചയിക്കുന്നതാണ് അതിന്റെ വില. അത് എത്രയാണെങ്കിലും നൽകും. ചോദിക്കട്ടെ, നിങ്ങളുടെ സാമ്രാജ്യത്തിന്റെ പകുതി നിങ്ങൾ മുറിച്ചു നൽകുമോ? തീർച്ചയായും അയാൾ അത് ആവശ്യപ്പെട്ടാൽ ഞാൻ നൽകുക തന്നെ ചെയ്യും, രാജാവ് പറഞ്ഞു. അപ്പോൾ ഈ സാമ്രാജ്യത്തിന്റെ പകുതിക്ക് വിലപ്പെട്ട ഒരു കപ്പ് വെള്ളം, അങ്ങനെ ഒരുപാട് കപ്പ് വെള്ളം നിനക്ക് അള്ളാഹു ഓരോ ദിവസം തരുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, ഈ വെള്ളം നിങ്ങൾ കുടിച്ചു, ആ കുടിച്ച വെള്ളം നിങ്ങളുടെ ഉള്ളിലെത്തി, ആ വെള്ളം നിങ്ങളുടെ മൂത്രക്കുഴലിന്റെ ഉള്ളിലൂടെ അങ്ങോട്ട് ഇറങ്ങി, അത് മഞ്ഞുകട്ടയായി മാറി. മഞ്ഞുകട്ട അത് ഉറച്ചിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു ഇറ്റ് മൂത്രം പുറത്തേക്ക് വരുന്നില്ല. മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നാല് കണ്ണിൽ നിന്ന് നെല്ലിക്ക വലുപ്പത്തിലുള്ള കണ്ണുനീരിങ്ങനെ ഉതിർന്നു വീഴുക എന്നല്ലാതെ ഒരിറ്റ് മൂത്രം പുറത്തേക്ക് വരുന്നില്ല. ഈ സമയത്ത് പലരും ചികിത്സിക്കാൻ വന്നു, പക്ഷെ ആർക്കും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. ആ സമയത്ത് സമർത്ഥനായ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഓ മഹാരാജാവേ, അങ്ങയുടെ ഈ അസുഖം ഞാൻ മാറ്റിത്തരാം. നിങ്ങളുടെ ശരീരത്തിൽ തൊടാതെ ഞാൻ മന്ത്രോച്ചാരണം നടത്തിയിട്ട് ആ തങ്ങി നിൽക്കുന്ന മുഴുവൻ മഞ്ഞുകട്ടകളെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കും. നിങ്ങൾ അതിന്റെ വേദന അനുഭവിക്കുക പോലുമില്ല. അങ്ങനെ ഞാൻ ചെയ്തു തന്നാൽ നിങ്ങൾ അതിന്റെ പ്രതിഫലമായിട്ട് എന്ത് തരും എന്ന് ചോദിച്ചാൽ, മഹാരാജാവേ, അങ്ങ് അതിന്റെ പ്രതിഫലമായിട്ട് എന്ത് നൽകും? രാജാവ് ഹാറൂൺ റഷീദ് പറഞ്ഞു, ഈ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ വേദനയുടെ കാഠിന്യം എത്ര എന്ന് എനിക്ക് നല്ല തിരിയുന്നുണ്ട്. അതുകൊണ്ട് ആ ഭിഷഗ്വരൻ എന്താണോ ആവശ്യപ്പെട്ടത് അത് നൽകാൻ ഞാൻ തയ്യാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സാമ്രാജ്യത്തിന്റെ പകുതി ബാക്കിയുണ്ടല്ലോ, അത് നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് നിങ്ങൾ നൽകുമോ? തീർച്ചയായും ഞാനത് നൽകും. ഇത് പറഞ്ഞപ്പോൾ ആ സൂഫി വര്യൻ പറഞ്ഞു, എങ്കിൽ ഓരോ ദിവസവും എത്രയെത്ര സാമ്രാജ്യത്തോട് സാമ്യമാകുന്ന സമപ്പെടുന്ന അനുഗ്രഹങ്ങൾ ദിവസങ്ങൾ തോറും നിങ്ങൾക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതിന് നന്ദി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അപ്പൊ അള്ളാഹു ഈ ലോകത്ത് ചെയ്യുന്ന കാരുണ്യം അത് വളരെ വലുതാകുന്നു. ഒരിക്കലും അത് ചെറുതായി കാണാൻ കഴിയില്ല. എനിക്ക് അള്ളാഹ് എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കും ചിലർ. എന്നാൽ അവനെ പറ്റി ചിന്തിച്ചാൽ അവന് കണ്ണുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, അവൻ വെള്ളം കുടിക്കുമ്പോൾ അത് ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളാണ്. ഇത് നിർത്തിവെച്ചാലാണ് ആ അനുഗ്രഹം തിരിയുക. അസുഖം ഉള്ളപ്പോഴാണ് സുഖം തിരിയുക. അതുകൊണ്ട് അർ റഹ്മാനി, അവൻ ഈ ലോകത്ത് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും അള്ളാഹുവിനെ അനുസരിക്കുന്നവനും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവനും ഒക്കെ കരുണ ചെയ്യുന്നവനാകുന്നു. എന്തിനാണ് ഇങ്ങനൊക്കെ വിവേചനമില്ലാതെ എല്ലാവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ചെയ്യുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. ഈ ചെയ്യുന്നതും ഈ അനുഭവിക്കുന്നതൊക്കെ എഴുതി വെക്കാൻ ഇവിടെ പ്രത്യേകമായ മലക്കുകളുണ്ട്.
അവരതൊക്കെ എഴുതി തയ്യാറാക്കുന്നുമുണ്ട്. ആ തയ്യാറാക്കുന്ന മലക്കുകൾ നാളെ അവരുടെ ആ ലിസ്റ്റുമായിട്ട് വരും, ആ ഓഡിറ്റ് റിപ്പോർട്ടുമായിട്ട് വരും. അങ്ങനെ വന്നാൽ അള്ളാഹു റഹീമാകുന്നു, അർ റഹീം, പരലോകത്ത് ഗുണം ചെയ്യുന്നവനാകുന്നു, പരലോകത്ത് കാരുണ്യമുള്ളവനാകുന്നു. അത് എല്ലാവർക്കുമില്ല. അത് ഈ ലോകത്ത് അള്ളാഹു അനുഗ്രഹം ചെയ്തപ്പോൾ അത് യഥാവിധി ഉപയോഗിക്കുകയും അതിന് നന്ദി ചെയ്യുകയും ചെയ്തവർക്ക് മാത്രമാണ് ആ ലോകത്ത് അള്ളാഹു കരുണ ചെയ്യുക. അതാണ് അർ റഹ്മാൻ റഹീം. ഈ വാക്കുകളെ അള്ളാഹു വീണ്ടും ഒന്നുകൂടി എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മുന്നിലേക്ക് വരാനും അള്ളാഹു വീണ്ടും ക്ഷണിച്ചത്, വീണ്ടും ആവർത്തിക്കാൻ കാരണം അതാണ്. എന്നാൽ മാലിക് യൗമിദ്ദീൻ, ഈ ലോകത്ത് പലരും രാജാക്കന്മാരായിട്ടുണ്ട്, ഭരണാധികാരികൾ പലരുണ്ട്. എന്നാൽ അതൊക്കെ പ്രത്യക്ഷത്തിൽ മാത്രം, യഥാർത്ഥത്തിൽ ഇതൊന്നും ഭരണാധികാരിയല്ല. ഭരണാധികാരം അള്ളാഹുവിനാണല്ലോ. ഇവിടെ ഒരു ചെറിയ അണു വന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി, എനിക്കൊന്നിനും കഴിയില്ല എന്ന് എല്ലാവരും പറഞ്ഞു. ലാ ഹൗല വലാ ഖുവത്തയുടെ മാന പറയാതെ പറഞ്ഞു പോകുന്നു, അറിയാതെ സമ്മതിക്കേണ്ടി വരുന്നു. എന്തായിരുന്നാലും ശരി, ഈ ലോകത്തിന്റെ അവസാനത്തിന് ശേഷം പരലോകം എന്നൊരു ലോകമുണ്ടല്ലോ. ആ ലോകത്താണ് ദീനനുസരിച്ച് നടന്നതിന് പ്രതിഫലം നൽകുന്ന ദിവസം. ആ ദിവസത്തിൽ ഒരു ചോദ്യമുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണോ ഇന്നിവിടെ അധികാരമുള്ളത്? നിങ്ങൾ പലരും ഞാൻ അധികാരിയാണ്, ഞാനാണ് ഇവിടുത്തെ ഭരണാധികാരി എന്നൊക്കെ പറഞ്ഞ് നടന്നവരുണ്ടായിരുന്നല്ലോ. ആരാണ് ഇന്നത്തെ ഇവിടുത്തെ അധികാരി എന്ന് അള്ളാഹു ചോദിക്കും. പക്ഷെ ഒരൊറ്റ കുട്ടിക്കാന്ന് ഉത്തരം പറയാൻ കഴിയില്ല, ഉത്തരം പറയാൻ ആരുമില്ല. അള്ളാഹു തന്നെ പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അള്ളാഹു മാത്രമാകുന്നു ഇവിടുത്തെ ഭരണാധികാരി. അപ്പോ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനനുസരിച്ച് നടന്നതിന് പ്രതിഫലം നൽകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന്റെ മാലിക് അള്ളാഹു ആകുന്നു. ആ ദിവസത്തിൽ ഈ ലോകത്ത് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളും ആ കിട്ടിയ അനുഗ്രഹങ്ങൾ കൊണ്ട് പടപ്പുകൾ ഉപയോഗിച്ചതും ഇതൊക്കെ രേഖപ്പെടുത്തിയ കുറിപ്പുമായിട്ട് മലക്കുകൾ വരും. എന്നിട്ട് അതൊക്കെ മീസാൻ എന്ന തുലാസിൽ തൂക്കും. എന്നിട്ട് അള്ളാഹുവിടെ വിധി കൽപ്പിക്കും. അന്നത്തെ മലിക്ക് അള്ളാഹു ആകുന്നു. മാലിക് യൗമിദ്ദീൻ ആകുന്നു അള്ളാഹു. ആ ദിവസത്തിൽ അള്ളാഹു നമുക്ക് അവന്റെ റഹ്മത്ത് ധാരാളമായി നൽകുമാറാവട്ടെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഈ ലോകത്തും ആ ലോകത്തും സലാമത്താക്കുമാറാകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.